हिन्दुरक्षा ममादीक्षा. നമസ്തേ. കേരളത്തിൽ ഹിന്ദു സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഹൈന്ദവ അവകാശ സംരക്ഷണത്തിന് സന്ദേശം ഉയർത്തിപ്പിടിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ യോജിപ്പാണ് വിജയം, ഒരുമയാണ് പെരുമ എന്ന സന്ദേശത്തോടെ സംഘടിപ്പിച്ച ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. യാത്രയ്ക്ക് യജ്ഞാചാര്യൻ മാത്ര സുന്ദരേശൻ നേതൃത്വം നൽകി. പ്രസിഡന്റ് ഹരിദാസ് എറണാകുളം, ജനറൽ കൺവീനർ സിന്ദൻ കല്ലുംപുറം എന്നിവരായിരുന്നു സംഘാടക സമിതിയുടെ ഭാരവാഹികൾ. പുനലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. യജ്ഞാചാര്യൻ മാത്ര സുന്ദരേശൻ നയിച്ച യാത്ര കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും സന്ദർശിച്ച് ലക്ഷ്യ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച ശേഷമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപന സമ്മേളനത്തോടെ അവസാനിച്ചത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്ന് മാർഗദർശക് മണ്ഡൽ സംസ്ഥാന അധ്യക്ഷൻ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഫ്ളാഗ് ഓഫ് ചെയ്ത ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര അനന്തപുരിയിൽ ആദിത്യവർമ്മ തമ്പുരാൻ സ്വീകരിച്ചു. വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ആയിരുന്നു ഹിന്ദു അവകാശ സംരക്ഷണ യാത്രയുടെ ഒരു രക്ഷാധികാരി. ഹൈന്ദവ സമൂഹത്തിന്റെ അവകാശ സംരക്ഷണം, ക്ഷേത്രവിശ്വാസങ്ങളുടെ നിലനിൽപ്പ്, ആചാരാനുഷ്ഠാനങ്ങളുടെ പരിപാലനം, യുവതലമുറയിൽ സാംസ്കാരിക ബോധം വളർത്തൽ എന്നിവയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങളായി സംഘാടകർ വ്യക്തമാക്കുന്നത്. ഓച്ചിറയിൽ നിന്ന് ആരംഭിച്ച യാത്ര കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ നിരവധി ക്ഷേത്രങ്ങളും തലപ്പൊക്കങ്ങളും സന്ദർശിച്ചു. ഓരോ കേന്ദ്രങ്ങളിലും ഭക്തജനങ്ങളും സംഘാടക പ്രവർത്തകരും ചേർന്ന് യാത്രയ്ക്ക് സ്വീകരണം നൽകി. ഹിന്ദു സേന, ഭാരതീയ ഹിന്ദു ലീഗ്, സനാതന പുരോഹിത സമാജം, ഹിന്ദു സേവാ സംഘം, തപസ്യ ഭാഗവത ധർമ്മവേദി, സനാതനധർമ്മ സംരക്ഷണ സമിതി, വേദാന്ത സംസ്കൃത മത പാഠശാല കോർഡിനേഷൻ കമ്മിറ്റി തുടങ്ങിയ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും പ്രവർത്തകരും യാത്രയിൽ പങ്കെടുത്തു. ഹൈന്ദവ ആധ്യാത്മിക ക്ഷേമനിധി ബോർഡ് രൂപീകരണവും മതപാഠശാല സംബന്ധമായി കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് 5 ദേവസ്വം ബോർഡുകളിലും നടപ്പാക്കി ആധികാരികവും അംഗീകൃതവും ഏകീകൃതവുമായ ആധ്യാത്മിക പഠനം ഹിന്ദുവിനുണ്ടാകണം, അതിനുവേണ്ടി ദേവസ്വം വകുപ്പ് സ്വീകരിക്കണം തുടങ്ങിയവയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. വിശ്വാസ സംരക്ഷണവും സമൂഹ ഐക്യവും ശക്തിപ്പെടുത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ് എന്ന സന്ദേശമാണ് യാത്രയിലുടനീളം ഉയർന്നത്. ക്ഷേത്ര പരിസരങ്ങളിൽ ദീപാരാധന, ഭക്തിഗാനങ്ങൾ, പൂജാനുഷ്ഠാനങ്ങൾ, സ്വീകരണ സമ്മേളനങ്ങൾ എന്നിവയുടെ ഭാഗമായി യാത്രയ്ക്ക് വലിയ ആത്മീയ ആവേശമാണ് ലഭിച്ചത്. പാരമ്പര്യവാദ്യങ്ങളുടെ അകമ്പടിയോടെയും പതാകകളുടെയും ബാനറുകളുടെയും സാന്നിധ്യത്തോടെയും മുന്നേറിയ യാത്ര നിരവധിയിടങ്ങളിൽ ശ്രദ്ധേയമായി. ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തകർ, യുവജന വിഭാഗങ്ങൾ, വനിതാ പ്രവർത്തകർ, ഭക്തജനങ്ങൾ എന്നിവർ വലിയ രീതിയിൽ പങ്കെടുത്തതും ശ്രദ്ധേയമായി. യാത്രയുടെ സമാപന വേദിയായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമ്മേളനത്തിൽ ഹൈന്ദവ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങൾ ഉന്നയിച്ചു. ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണം, ആചാര സ്വാതന്ത്ര്യം, വിശ്വാസ കേന്ദ്രങ്ങളുടെ വികസനം, ക്ഷേത്രാധിഷ്ഠിത തൊഴിൽ മേഖലയെ സംരക്ഷിക്കൽ, കലാ ആചാര പൈതൃകങ്ങൾക്ക് സർക്കാർ പിന്തുണ വർദ്ധിപ്പിക്കൽ എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. ഹൈന്ദവ സമൂഹത്തിന്റെ അവകാശങ്ങൾ നിയമപരമായും സാമൂഹികമായും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഓച്ചിറയിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റിൽ സമാപിച്ച ഈ ഹിന്ദു അവകാശ സംരക്ഷണ യാത്ര ആത്മീയതയും അവകാശ രാഷ്ട്രീയവും ഒരുമിച്ച് ഉയർത്തിയ ഒരു വലിയ സാമൂഹിക സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാനത്ത് വിശ്വാസ അവകാശ ചർച്ചകൾ കൂടുതൽ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഈ യാത്രയുടെ രാഷ്ട്രീയ സാമൂഹിക പ്രതിഫലം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകാനിടയുണ്ട്. ഹിന്ദുരക്ഷാ